കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷം കേരളത്തിലെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കുകയാണ്. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച MLA-മാർക്കെതിരെ കൂടി കേസെടുത്തത് പ്രതിഷേധം ശക്തമാക്കി. സെക്രട്ടേറിയറ്റിലേക്ക് KSU നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. രണ്ട് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്നലെ രാത്രിയിൽ SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ ആക്രമിച്ചെന്നാരോപിച്ച് MLA-മാരായ M. വിൻസെന്റ്, ചാണ്ടിയുമ്മൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. ഇതിനിടെയുണ്ടായ കല്ലേറിൽ പോലീസുകാരന് പരിക്കേറ്റു. ഈ സംഭവങ്ങളിലാണ് MLA-മാർക്കും 20ഓളം KSU പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തത്. സാൻ ജോസിനെ ആക്രമിച്ച പ്രതികൾ സ്റ്റേഷന് മുമ്പ് വന്ന് നിൽക്കാൻ, അവരാണ് ഞങ്ങളെ ആക്രമിക്കാൻ വന്നത്. അവരാണ് ഇവിടെ എല്ലാ സംഘർഷവും ഉണ്ടാക്കിയത്. എന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പുതിയ വിദ്യാർത്ഥികളെ കോളേജിലേക്ക് സ്വാഗതം ചെയ്ത് KSU ഫ്ലെക്സ് വെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കാര്യവട്ടം ക്യാമ്പസിലും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജിലുമായി നിരവധി തവണയാണ് സംഘർഷമുണ്ടായത്. KSU ജില്ലാ ജനറൽ സെക്രട്ടറി സാൻ ജോസിനെ ബോയ്സ് ഹോസ്റ്റലിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്ത് മർദ്ദിച്ചു എന്നാണ് KSUവിന്റെ പരാതി. അജിന്ത് അജയ് എന്നാണ് പഴയ ഒറ്റപ്പാലം MP ഉണ്ട്, അജയ് ഒമാർ. അയാളുടെ മകൻ ഇയാളെ പിടിച്ച് ഇവനോട് ഓർഡർ ഇട്ടു എന്നെ എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ട് കയറ്റുന്നു. തൂക്കിയെടുത്ത് തന്നെ വലിച്ചടച്ചു. അവിടെ ഇട്ട് ആ തറയിലിട്ട് വലിച്ചടച്ചു. ഇളുത്തന്നെ വലിച്ചിട്ട് എൻ്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം കിട്ടാതെ ആയപ്പോഴാണ് അയാൾ പിടിവിട്ടത്. കഴുത്ത് ഞെരിച്ചതിന് ശേഷം എന്നെ 121ാമത്തെ റൂമിൽ കൊണ്ടുപോയി. നിന്നെ അല്ലെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ നിന്നെ പുറത്തിട്ടെടുക്കാൻ തന്നെയാണ് ഇരുന്നത്. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിരുന്നടാ. ഞങ്ങൾ പുറത്തിട്ട് നിന്നെ കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചത്. KSU നേതാവിനെ മർദ്ദിച്ചതിലടക്കം SFI പ്രവർത്തകർക്കെതിരെ 3 കേസുകളും എടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.